ബാറുകളുടെ പ്രവർത്തന സമയം അർദ്ധരാത്രി വരെ നീട്ടിയതിനെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത്. സംസ്ഥാനത്തെ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. തീരുമാനം പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിന്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിയമഭേദഗതി പിൻവലിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ സംസ്കാരത്തെയും ഒരു തലമുറയെയും വിറ്റിട്ട് ഖജനാവ് വീർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ്, ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാർ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന തീരുമാനമെന്ന് KCBC. ആശങ്കാജനകമെന്ന് ഓർത്തഡോക്സ് സഭ. ബാറിൽ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പ്രതികരിച്ചു. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിന്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിന്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം. ഇങ്ങനെ വിറ്റിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാൻ?